الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال عشر ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ദുൽഹജ്ജ് മാസത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. ദുൽഹിജ്ജ എന്നാണ് ഈ മാസത്തിൻ്റെ ശരിയായ പേര്. ഹിജ്റ വർഷത്തിലെ അവസാന മാസമാണിത്. ദുൽഹിജ്ജ എന്ന് പറഞ്ഞാൽ ഹജ്ജുള്ളത് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ ഹജ്ജുള്ള മാസം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങൾക്ക് വലിയ മഹത്വമാണുള്ളത്, വലിയ ശ്രേഷ്ഠതകളാണുള്ളത്. ആ ശ്രേഷ്ഠതകൾ വിശദീകരിക്കാനാണ് ഇന്നത്തെ ഖുതുബ പ്രയോജനപ്പെടുത്തുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ 89-ാം അധ്യായമായ സൂറത്തുൽ ഫജ്റിൽ ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യ 10കളുടെ മഹത്വത്തെ ആണയിട്ട് പറഞ്ഞുകൊണ്ടാണ്, സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത്. വൽ ഫജ്ർ, പ്രഭാതമാണേ സത്യം. വൽ ഫജ്ർ, പ്രഭാതമാണേ സത്യം. വലയാലിൻ അശ്ർ, 10 രാവുകളാണേ സത്യം. വശഫ്ഇ വൽ വത്ർ, ഒറ്റയിട്ടവയാണ്, ഇരട്ടയായവയാണ് സത്യം എന്നിങ്ങനെ സത്യം ചെയ്തുകൊണ്ട് പറയാണ്. 10 രാവുകളെ സംബന്ധിച്ച് ആണയിട്ടുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. തുടർന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്. അൽ മുറാദു ബിലയാലിൻ അശ്ർ, ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്നതിലെ 10 രാവുകൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് വിശദീകരിക്കുകയാണ്. ഖുർആൻ വ്യാഖ്യാതാവായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, അൽ മുറാദു ബിലയാലിൻ അശ്ർ അശ്റു ദുൽഹിജ്ജ, 10 രാവുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലെ 10 ദിനങ്ങളാണ്. ദുൽഹജ്ജ് മാസത്തിലെ 10 ദിനങ്ങളാണ് 10 രാവുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വശഫ്ഇ വൽ വത്ർ എന്നാണ് തുറന്ന് പറയുന്നത്. ഇരട്ടയായവയാണ്, ഒറ്റയായവയാണ് സത്യം. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, വശഫ്ഇ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെരുന്നാൾ ദിവസമാണ്. വൽ വത്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറഫാ ദിനമാണ്.
എന്നിങ്ങനെയുള്ള വിശദീകരണങ്ങളെല്ലാം മഹാന്മാരായ വ്യാഖ്യാതാക്കൾ ഹദീസിന്റെ പിൻഫലത്തോടു കൂടി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്നാൽ മൊത്തത്തിൽ തന്നെ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങൾ ഏറെ ശ്രേഷ്ഠതയുള്ളതാണ്. ആ 10 ദിനങ്ങളെ ഖുർആൻ ഒരിടത്തല്ല ഒന്നിലധികം ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അറിയപ്പെട്ട 10 ദിനങ്ങൾ എന്നാണ് ആ 10 ദിനങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വയദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത് എന്ന പ്രയോഗം അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വയദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിനങ്ങളിൽ അല്ലാഹുവിന്റെ നാമം അവരെ സ്മരിക്കട്ടെ. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ അഗ്രഗണ്യനായ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നഹാ അശ്റു ദുൽഹിജ്ജ അയ്യാമു മഅലൂമാത്ത് ഫീ അയ്യാമി മഅലൂമാത്ത് എന്ന് പറഞ്ഞല്ലോ. അറിയപ്പെട്ട 10 ദിനങ്ങൾ, അറിയപ്പെട്ട 10 ദിനങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? ഇവിടെ അയ്യാമുൻ മഅലൂമാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നഹാ അശ്റു ദുൽഹിജ്ജ, ദുൽഹജ്ജ് മാസത്തിലെ 10 ദിനങ്ങളാണ്. ദുൽഹജ്ജ് മാസത്തിലെ 10 ദിനങ്ങൾക്ക് വളരെയേറെ മഹത്വമുണ്ട് എന്ന് ഖുർആനിൽ നിന്ന് മനസ്സിലാവുന്നു, ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ വിശദീകരണത്തിൽ നിന്ന്, അതുപോലെ മറ്റു ഉലമാഇന്റെ വിശദീകരണത്തിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഏതെല്ലാം രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 ദിനങ്ങളെ ഹദീസുകളിൽ വിശദീകരിച്ചിട്ടുള്ളത് എന്നുകൂടി നോക്കാം. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, ഇഹലോകത്തെ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ്. എന്ന് പറയുമ്പോൾ റമളാനുമായി ബന്ധപ്പെട്ട ഒരു സംശയം, അതല്ലെങ്കിൽ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നമുക്ക് തുടർന്ന് പറയാം. സഹോദരങ്ങളെ, റമളാന്റെ വലിയ മഹത്വമുണ്ട്, അതിലേക്കൊക്കെ നമുക്ക് വരാം. പക്ഷെ ഈ 10 ദിനങ്ങളെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞത് അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, ഇഹലോകത്തെ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ അമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ളല മിനൽ അമലി ഫീ ഹാദി, ഈ 10 ദിനങ്ങളിൽ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ ഉത്കൃഷ്ടമായ മറ്റൊരു കർമ്മവുമില്ല. അപ്പോൾ സ്വഹാബിമാരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വലൽ ജിഹാദു, പ്രവാചകരെ ധർമ്മസമരം ചെയ്യുക, ജിഹാദിനും ഈ 10 ദിവസങ്ങളിൽ അല്ലാതെ നിർവഹിക്കപ്പെടുന്ന ഒരു കർമ്മമാണ് ജിഹാദ്. കാരണം ഈ പറയുന്ന ദുൽഹജ്ജ് മാസം അത് യുദ്ധം നിരോധിക്കപ്പെട്ട മാസമാണ്. അതുകൊണ്ട് അവിടെ അത് വരുന്നില്ല, യുദ്ധം വരുന്നില്ല. അവിടെയാണ് സ്വഹാബിമാർ ചോദിച്ചത്, വലൽ ജിഹാദു, പ്രവാചകരെ ഈ 10 മാസങ്ങളിലല്ലാതെ മനുഷ്യൻ, ഈ 10 ദിവസങ്ങളിലല്ലാതെ മനുഷ്യൻ നിർവഹിക്കുന്ന ഒരു കർമ്മമാണല്ലോ ഈ ധർമ്മസമരം, ജിഹാദ് എന്ന് പറയുന്നത്. ജിഹാദ് നിർവഹിച്ചാലും ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മത്തിന്റെ മഹത്വമില്ലേ എന്നാണ് ചോദിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു, ജിഹാദിനും ആ മഹത്വമില്ല. ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ മഹത്വം ജിഹാദിനുമില്ല. പക്ഷേ ഇല്ല റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി, ഒരു മനുഷ്യൻ തന്റെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ധർമ്മസമരത്തിന് വേണ്ടി പുറപ്പെട്ടു. ഫലം യർജി ബിശൈഇൻ, ആ ശരീരമോ സമ്പത്തോ അതിൽ നിന്ന് ഒന്നും അയാൾക്ക്, ആ സമ്പത്തിൽ നിന്ന് ഒന്നും അയാൾക്ക് മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അയാൾ രക്തസാക്ഷിയായി എല്ലാ അർത്ഥത്തിലും അയാളുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. തുടർന്ന് അയാൾ രക്തസാക്ഷിയാവുകയും ചെയ്തു. ഇങ്ങനെ ഒരു അവസ്ഥ ഒരാൾക്കുണ്ടായി കഴിഞ്ഞാൽ അയാൾക്ക് മഹത്വമുണ്ട്, അയാളുടെ പ്രവർത്തനത്തിന് മഹത്വമുണ്ട്. ഷഹാദത്ത് വരിച്ചാൽ അതിന് മഹത്വമുണ്ട്. പക്ഷേ ഷഹാദത്ത് വരിക്കാത്ത ഒരു ജിഹാദാണെങ്കിൽ ആ ജിഹാദാണ് ചെയ്യുന്നത് ഈ 10 ദിവസത്തിന് അപ്പുറത്തതല്ലെങ്കിൽ വേറെയുള്ള മാസങ്ങളില്ലെങ്കിൽ അതിനും ഈ മഹത്വമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ജിഹാദിനേക്കാൾ മഹത്വമുണ്ട് എന്ന് വേണമെങ്കിൽ ഈ വചനങ്ങളുടെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്തിന് ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന സുഹൃതങ്ങൾക്ക് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനങ്ങളാണ് ഈ 10 ദിനങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം,
അള്ളാഹുവിനെ ഈ ദിനങ്ങളെക്കാൾ ഇഷ്ടപ്പെട്ട മറ്റൊരു ദിനങ്ങളുമില്ല. അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട ദിനങ്ങളാണ്. അള്ളാഹുവിനെ ദിനങ്ങളെക്കാൾ ഇഷ്ടപ്പെട്ട മറ്റൊരു ദിനങ്ങളുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദിനങ്ങളെക്കാൾ ഇഷ്ടപ്പെട്ട മറ്റൊരു ദിനങ്ങളുമില്ല എന്ന് പറയുമ്പോൾ ഏത് ദിനങ്ങൾ? യഅനി അയ്യാമൽ അശ്ർ, ഈ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിനങ്ങൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയും ചെയ്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു വചനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് ഇപ്രകാരമാണ്: മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി അസ്സ വജല്ല വലാ അഅ്ലമു അജ്റൻ മിൻ ഖൈറിൻ യഅമലു ഫി അശ്രി അൽ-ളുഹാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വിശുദ്ധമായ ഒരു കർമ്മവുമില്ല. വലാ അഅ്ലമു അജ്റൻ മിൻ ഖൈറിൻ, ഏറ്റവും പ്രതിഫലാർഹമായ ഒരു നന്മയുമില്ല, ഒരു കർമ്മവുമില്ല, ഏറ്റവും വിശുദ്ധമായ ഒരു കർമ്മവുമില്ല. യഅമലുഹു ഫി അശ്രിൽ അൽഹാ, അയാൾ ഈ 10 ദിനങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വിശുദ്ധവും പ്രതിഫലാർഹവുമായ മറ്റൊരു കർമ്മവുമില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ. സഹോദരങ്ങളെ, ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. റമളാൻ അല്ലേ ഏറ്റവും മഹത്വമുള്ള കാലം എന്നതാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഉയരുന്ന ചോദ്യം. ആ ചോദ്യത്തിന്റെ മറുപടി ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ. ഇമാം ഇബ്നു തൈമിയ്യ ശൈഖുൽ ഇസ്ലാം വിശദീകരിച്ചുകൊണ്ട് പറയാൻ, ഇന്ന അയ്യാമ അശ്രി ദിൽ ഹിജ്ജ അഫ്ളലു മിൻ അയ്യാമിൽ അശ്രിൽ അവാഖിർ മിൻ റമളാൻ. പകലുകൾ വെച്ച് നോക്കുമ്പോ രാത്രികളുടെ കണക്കല്ല, പകലുകളുടെ കണക്കാണ് പറയുന്നത്. പകലുകൾ വെച്ച് നോക്കുമ്പോ ഇന്ന അയ്യാമ അശ്രി ദിൽ ഹിജ്ജ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങളിലെ പകലുകൾ അഫ്ളലു മിൻ അയ്യാമിൽ അശ്രിൽ അവാഖിർ മിൻ റമളാൻ, റമളാനിലെ അവസാന 10 ദിനങ്ങളിലെ പകലുകളെക്കാൾ മഹത്വമുള്ളതാണ്. റമളാനിലെ അവസാനത്തെ 10 ദിനങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അത് രാത്രികളാണ്. രാത്രികൾ എന്ന നിലക്കാണ്, പകലുകൾ എന്ന നിലക്കല്ല. പകലുകൾ വെച്ച് നോക്കുമ്പോ ദുൽഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 10 പകലുകളാണ് റമളാനിലെ അവസാന 10 പകലുകളെക്കാൾ മഹത്വമെന്ന് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. വലയാലിൽ അശ്രി മിൻ റമളാൻ അഫ്ളലു മിൻ ലയാലിൽ അശ്രി മിൻ ദിൽഹിജ്ജ. എന്നാൽ രാവുകൾ വെച്ച് നോക്കുമ്പോൾ, രാത്രികൾ വെച്ച് നോക്കുമ്പോൾ റമളാനിലെ അവസാന 10 രാവുകൾ തന്നെയാണ് മഹത്വമുള്ളത്. ദുൽഹജ്ജ് മാസത്തിലെ 10 രാവുകളെക്കാൾ റമളാനിലെ അവസാനത്തെ 10 രാവുകൾ തന്നെയാണ് കൂടുതൽ മഹത്വമുള്ളതെന്ന് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ മറുപടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം കുറച്ചുകൂടി വ്യക്തത നൽകിക്കൊണ്ട് പറയുകയാണ്. വളരെ സ്വീകാര്യമായിട്ടുള്ള മറുപടിയാണ് ശൈഖുനയുടെ, അതായത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അദ്ദേഹത്തിന്റെ ഗുരുവര്യന്റെ അതല്ലെങ്കിൽ ശൈഖുൽ ഇസ്ലാമിന്റെ വിശദീകരണം വളരെ സ്വീകാര്യമായിട്ടുള്ള വിശദീകരണമാണ്. കാരണം ദുൽഹജ്ജ് മാസത്തിലെ ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു കർമ്മവും മനുഷ്യനെ കണ്ടെത്തുക സാധ്യമല്ല. അറഫ ദിനവും അതുപോലെ തന്നെ ബലിപെരുന്നാൾ ദിനവും അതുപോലെ ദുൽഹജ്ജ് 8-ന് മക്കയിൽ നിന്ന് ഹജ്ജാജിമാര് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് മിനയിലേക്ക് നീങ്ങുന്ന യൗമു തർവിയയുമെല്ലാം അതിശ്രേഷ്ഠമായ ദിനങ്ങളാണ്. ഈ അതിശ്രേഷ്ഠമായ ദിനങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങളിലാണ് എന്നുള്ളതാണ്. എന്നാൽ രാത്രിയുടെ വിഷയത്തിലല്ല, അത് പകലിന്റെ വിഷയത്തിലാണ്. എന്നാൽ രാത്രിയുടെ വിഷയത്തിൽ റമളാനിലെ അവസാന 10 രാത്രികൾ ഉറക്കമില്ലാത്ത രാവുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാവുകളെ ഉറക്കമൊഴിച്ചുകൊണ്ട് ഹയാത്താക്കിയിരുന്നു, സജീവമാക്കിയിരുന്നു. മാത്രമല്ല, ഇതെല്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശദീകരണമാണ്. അദ്ദേഹം പറയാണ്, മാത്രമല്ല ആ രാവുകളാണല്ലോ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ ഉണ്ടാവാൻ ഏറ്റവും സാധ്യതയുള്ള രാവുകൾ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠം ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങളും രാവുകളിൽ ഏറ്റവും ശ്രേഷ്ഠം റമളാനിലെ 10 രാവുകളുമാണെന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, അൽ ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10ന്റെ മഹത്വം മറ്റൊരു രീതിയിലാണ് വിശദീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സത്യവിശ്വാസികളുടെ മനസ്സിൽ തന്റെ പരിശുദ്ധ ഭവനമായ കഅബയെ ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹം ഇട്ടുകൊടുത്തിട്ടുണ്ട്. എല്ലാ വിശ്വാസികൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവണം.
അങ്ങനെ ഒരു ആഗ്രഹം വിശ്വാസികൾക്കെല്ലാം ഉണ്ട്. എന്നാൽ എല്ലാ വർഷവും അവിടെ പോവുക എന്നത് അധിക മുസ്ലിങ്ങൾക്കും പ്രയാസകരമായതിനാൽ കഴിവുള്ളവർക്ക് ആയുസ്സിൽ ഒരിക്കൽ മാത്രം ഹജ്ജ് നിർബന്ധമാക്കിക്കൊണ്ട് അള്ളാഹു അവർക്ക് ഇളവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഹജ്ജിന് പുറപ്പെട്ടവർക്കും പുറപ്പെടാൻ സാധിക്കാതെ നാടുകളിൽ കഴിയുന്നവർക്കും ഈ പുണ്യദിനങ്ങളിൽ പങ്കുചേരാൻ വേണ്ടി ഹജ്ജ് നടക്കുന്ന ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾക്ക് അള്ളാഹു പ്രത്യേകമായ സ്ഥാനം നൽകി എന്നുള്ളതാണ്. ഹജ്ജിന് സാധിക്കാത്തവനും ഈ 10 ദിവസങ്ങളിൽ തന്റെ വീട്ടിലിരുന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമല്ലോ. ആ സൽക്കർമ്മങ്ങളാകട്ടെ അല്ലാഹു തആല ജിഹാദിനേക്കാളും മഹത്വമുള്ളതാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇമാം ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ വിശദീകരണമാണ്. സഹോദരങ്ങളെ, ദുൽഹജ്ജ് മാസത്തിലെ വെള്ളിയാഴ്ച, നമ്മളിപ്പോൾ ഒരു വെള്ളിയാഴ്ചയിലാണുള്ളത് സഹോദരങ്ങളെ. എന്നാൽ ദുൽഹജ്ജ് മാസത്തിലെ വെള്ളിയാഴ്ച മറ്റു വെള്ളിയാഴ്ചകളെക്കാൾ മഹത്വമുള്ളതെന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് പണ്ഡിതൻ വിശദീകരിക്കുകയാണ്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, യൗമുൽ ജുമുഅ ഫി അശ്രി ദുൽഹിജ്ജ അഫ്ളലു മിനൽ ജുമുഅത്തി ഫി ഗൈരിഹി ലിഇജ്തിമാഇൽ ഫദ്ലൈനി ഫീഹി. യൗമുൽ ജുമുഅത്തി ഫി അശ്രി ദുൽഹിജ്ജ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളിലെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അഫ്ളലു മിനൽ ജുമുഅത്തി ഫീ ഗൈരിഹി, മറ്റുള്ള മാസങ്ങളിലെ അതല്ലെങ്കിൽ മറ്റുള്ള ദിവസങ്ങളിലെ വെള്ളിയാഴ്ചകളെക്കാൾ മഹത്വമുള്ളതാണ്, ശ്രേഷ്ഠതയുള്ളതാണ്. അതിൽ 2 ശ്രേഷ്ഠതകൾ സംഗമിച്ചതിന് വേണ്ടി, ഒന്ന് വെള്ളിയാഴ്ചയുടെ മഹത്വം അതിൽ സംഗമിച്ചിരിക്കുന്നു, രണ്ടാമത്തേത് ദുൽഹജ്ജ് മാസത്തിൽ ആദ്യ 10 ദിനത്തിലെ വെള്ളിയാഴ്ച എന്നുള്ള മഹത്വം കൂടി ആ വെള്ളിയാഴ്ചക്കുണ്ട്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങളിൽ നമുക്ക് 2 വെള്ളിയാഴ്ചയാണ് ലഭിക്കുന്നത്. എല്ലായ്പ്പോഴും നമുക്കത് ലഭിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ ഇന്നത്തേതടക്കം 2 വെള്ളിയാഴ്ചയാണ് ഈ ദുൽഹജ്ജ് മാസത്തിൽ ആദ്യ 10 ദിനങ്ങളിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നേരത്തെ വന്നുകൊണ്ട് പ്രയോജനപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്താണ് ദുൽഹജ്ജിന്റെ ആദ്യ 10 ഇത്ര മഹത്വമുള്ളത് എന്ന് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഹദീസ് വിശദീകരണ ഗ്രന്ഥത്തിൽ വിവരിച്ചുകൊണ്ട് പറയാണ്, വല്ലദീ യദ്ഹറു അന്ന സബബ ഫി ഇംതിയാസി അശ്രി ദുൽഹിജ്ജ, ദുൽഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 10 ദിനങ്ങൾക്ക് സവിശേഷ പ്രാധാന്യമുണ്ടാവാനുള്ള കാരണം ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദാത്തി ഫി, അടിസ്ഥാന ഇബാദത്തുകളെല്ലാം അതിൽ സംഗമിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. ഇസ്ലാമിൽ അടിസ്ഥാന ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന മാസം എന്നുള്ളതാണ് ആ മാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഏതാണ് ഈ അടിസ്ഥാന ഇബാദത്തുകൾ? വഹിയ സ്വലാത്തു വസ്സിയാമു വസ്സദഖത്തു വൽഹജ്ജു. ഈ പറയുന്ന 10 ദിനങ്ങളിൽ നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്, ഹജ്ജുമുണ്ട്. നമസ്കാരവും നോമ്പും ദാനധർമ്മങ്ങളും റമദാൻ മാസത്തിൽ അതുണ്ട്, പക്ഷേ അവിടെ നമ്മൾ ഹജ്ജ് കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, അതേപോലെ ദാനധർമ്മങ്ങളുണ്ട്, ഹജ്ജുമുണ്ട് എന്നുള്ളതാണ്. അത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലല്ലാതെ സംഭവിക്കുന്നില്ല, അതല്ലെങ്കിൽ കാണാൻ കഴിയുന്നില്ല. അതാണ് ഇസ്ലാമിലെ അടിസ്ഥാന ഇബാദത്തുകളെല്ലാം സംഗമിക്കുന്ന 10 ദിവസങ്ങൾ എന്നുള്ളതാണ് ഈ പുണ്യദിനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ശ്രേഷ്ഠ ദിനങ്ങളിൽ വലിയ പ്രത്യേകത അതിനുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഈ ശ്രേഷ്ഠ ദിനങ്ങളിൽ എന്തെല്ലാം പുണ്യങ്ങളാണ് വിശ്വാസി ചെയ്യേണ്ടത്? എന്തെല്ലാം സുഹൃതങ്ങൾ കൊണ്ടാണ് ഈ ശ്രേഷ്ഠ ദിനങ്ങളെ വിശ്വാസി ചൈതന്യവത്താക്കേണ്ടത്? അതാ ഖുർആൻ പറഞ്ഞത്, വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിനങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കണം, ധാരാളമായിട്ട് ദിക്റുകൾ ചൊല്ലണം എന്നുള്ളതാണ്. വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ദിക്റുകൾ വേണം. വമയ്യഅ്ശു അൻ ദിക്രിർ റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ എന്നാണ്. ആരെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയിൽ നിന്ന് അകന്നുകൊണ്ട് ജീവിച്ചാൽ ഒരു പിശാചിനെ എപ്പോഴും അവനൊരു കൂട്ടുകാരനായി നിശ്ചയിച്ചു കൊടുക്കും. ദിക്റുള്ളയിൽ നിന്ന്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയിൽ നിന്ന് അകന്നുകൊണ്ടുള്ള ജീവിതം വിശ്വാസിക്ക് പാടില്ല. പക്ഷേ ആ സ്മരണ ഹൃദയത്തിൽ മാത്രം ഉണ്ടായാൽ പോരാ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ അത് നാവ് കൊണ്ട് പറയേണ്ടുന്ന കാര്യം കൂടിയാണ്. ദിക്റുള്ളയാണ്, ഹൃദയത്തിൽ ഉണ്ടാവണം, അതോടൊപ്പം നാവ് കൊണ്ട് പറയുകയും ചെയ്യണം. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിനങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയപ്പെട്ട ദിനങ്ങൾ നമ്മളത് വിശദീകരിച്ചു.
പക്ഷെ അത് പ്രവാചകൻ തന്നെ വിശദീകരിച്ചതാണ്, നമ്മൾ വിശദീകരിച്ചത് മാത്രമല്ല, പ്രവാചകൻ തന്നെ വിശദീകരിച്ചതാണ്. അറിയപ്പെട്ട ദിനങ്ങൾ മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി സുബ്ഹാനഹു വലാ അഹബ്ബു ഇലൈഹി അൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ 10 ദിവസങ്ങളെക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മഹത്വമുള്ള 10 ദിനങ്ങൾ വേറെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ തുടർന്ന് പറയാണ്, അതുകൊണ്ട് ഈ 10 ദിനങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. ഫഅക്സിറൂ ഫീഹിന്ന, ഈ 10 ദിനങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം, അധികരിപ്പിക്കണം. മിനത് തഹ്ലീലി, തഹ്ലീൽ വർദ്ധിപ്പിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വത്തക്ബീർ, തക്ബീറും വർദ്ധിപ്പിക്കണം, അല്ലാഹു അക്ബർ, വത്തഹ്മീദ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ ദിക്റുകൾ നിങ്ങൾ ധാരാളമായിട്ട് ഈ 10 ദിനങ്ങളിൽ വർദ്ധിപ്പിക്കണമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് പറഞ്ഞത്. ദിക്റുകൾ എപ്പോഴും മഹത്വമുള്ള കാര്യമാണ്. അതാണ് അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കതീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായിട്ട് സ്മരിക്കണേ. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ, പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ അല്ലാഹുവിനെ പ്രകീർത്തിക്കുകയും ചെയ്യണേ. അത് പൊതുവായി പറഞ്ഞതാണ്. എപ്പോഴും അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹുവിനെ സ്മരിക്കാത്ത മനുഷ്യൻ, അയാളുടെ ഹൃദയം പിശാചിന്റെ പ്രലോഭനങ്ങൾ കീഴ്പ്പെടുത്തുമെന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും അല്ലാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ്. ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, മിനൽ മഅലൂമി അന്നല്ലാഹ അസ്സ വജല്ല അമറ ബിദിക്രിഹി ഫീ കുല്ലി വഖ്ത്. എല്ലാ സമയങ്ങളിലും അല്ലാഹുവിനെ സ്മരിക്കണം എന്നത് അറിയപ്പെട്ട കാര്യമാണ്. ലാകിൻ അശ്റ ദിൽഹിജ്ജ ഇഖ്തസത് ബിമസീദ്. പക്ഷേ ദുൽഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 10 ദിനങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയിൽ കൂടുതൽ പ്രത്യേകതയുള്ളതാണ്. അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കേണ്ടുന്ന 10 ദിനങ്ങളാണ്. അതുകൊണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പുണ്യമാണ്. അതായത് സ്ത്രീകൾ മെല്ലെയും പുരുഷന്മാർ ഉറക്കെയും അവർക്ക് പുണ്യമുള്ള കാര്യമാണ് ദിക്റുകൾ നിർവഹിക്കുക എന്ന് പറയുന്നത്. മിൻ ദുഖൂലി ശഹ്രി ദിൽഹിജ്ജ ഇലാ ആഖിരി യൗമിൻ മിൻ അയ്യാമി തശ്രീഖ്. ദുൽഹജ്ജ് മാസം ആരംഭിച്ചത് മുതൽ അയ്യാമു തശ്രീഖ് അവസാനിക്കുന്നത് വരെ അയ്യുകബ്ബിറു വയുഹല്ലിലു വയഹ്മദു ഫീ കുല്ലി വഖ്ത്. എല്ലാ സമയത്തും ഇങ്ങനെ തക്ബീർ ചൊല്ലിക്കൊണ്ട്, അതുപോലെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തഹ്ലീൽ ചൊല്ലിക്കൊണ്ട്, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീൽ ചൊല്ലിക്കൊണ്ട്, അതുപോലെ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന തഹ്മീദ് ചൊല്ലിക്കൊണ്ട് ജീവിക്കുക. അല്ലാഹു അക്ബർ തക്ബീർ, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ലീൽ, അതുപോലെ അൽഹംദുലില്ലാഹ് തഹ്മീദ്. ഇത് നിർവഹിച്ചുകൊണ്ടിങ്ങനെ ഈ ദുൽഹജ്ജ് മാസം ആരംഭിച്ചത് മുതൽ അയ്യാമു തശ്രീഖ് അവസാനിക്കുന്നത് വരെ കഴിഞ്ഞുകൂടുക എന്ന് പറയുന്നത് അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പുണ്യകരമായ കാര്യമാണ്. പുരുഷന്മാർ ഉറക്കെ നിർവഹിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി ഉറക്കെ നിർവഹിക്കാൻ പറ്റാത്ത ഇടത്ത് അത് പതുക്കെ ചെയ്താലും മതി. സ്ത്രീകൾ അത് പതുക്കെയും നിർവഹിക്കുക എന്നുള്ളതാണ്. ഫീ കുല്ലി വഖ്ത്, എല്ലാ സമയത്തും ഈ അയ്യാമു തശ്രീഖ് അവസാനിക്കുന്നത് വരെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. തുടർന്ന് പണ്ഡിതന്മാരെ പറയാണ്, ലാകിന്നൽ ഉലമാ റഹിമഹുമുല്ലാഹ് യഖൂലൂൻ. പക്ഷേ ഇസ്ലാമിക പണ്ഡിതന്മാരെ പറയുന്നു, മിൻ തുലൂഹി ഫജ്രി യൗമി അറഫ, അറഫാ ദിനത്തിലെ പ്രഭാതം ആരംഭിച്ചത് മുതൽ ഇലാ ആഖിരി അയ്യാമി തശ്രീഖ്, അയ്യാമു തശ്രീഖിന്റെ അവസാനം വരെ യുസന്നു, പ്രത്യേകം സുന്നത്താണ്, പ്രത്യേകം സുന്നത്താണ്. എന്ത്? അയ്യുകബ്ബറ ഫീഹാ തക്ബീറൻ മുഖയ്യദൻ, മുഖയ്യദായിട്ടുള്ള തക്ബീറുകൾ ഉരുവിടുക എന്നത് ഫീ അദ്ബാരി സ്വലവാത്ത്, 5 നേര നമസ്കാരങ്ങൾക്ക് പിറകെ മുഖയ്യദായ തക്ബീറുകൾ പ്രത്യേകം ഉരുവിടുക എന്നത് പ്രത്യേകം സുന്നത്താണ്. അറഫ ദിനത്തിലെ പ്രഭാതം ആരംഭിച്ചത് മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാനം വരെ അങ്ങനെ ചെയ്യുക. അത് തക്ബീർ മുഖയ്യദ് എന്നാണ്. എന്ന് പറഞ്ഞാൽ 5 നേര നമസ്കാരത്തിന്റെ പിറകെ, സാധാരണഗതിയിൽ പല പള്ളികളിലും ആ ബലിപെരുന്നാൾ ദിവസത്തിന്റെ തലേ ദിവസമാണ് തുടങ്ങാറുള്ളത്. അറഫാ ദിനത്തിന്റെ പ്രഭാതം മുതൽ തുടങ്ങുന്നതിന് മഹത്വമുണ്ട്. അത് പ്രത്യേകം സുന്നത്താണ്. തക്ബീർ മുഖയ്യദ് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ പിറകെയുള്ള തക്ബീറുകൾ എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ദിക്റുകൾ വർദ്ധിപ്പിക്കുക.
അതാണ് ദിക്റുകൾ വർദ്ധിപ്പിക്കുക. അതുപോലെ ദാനധർമ്മങ്ങളും നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ ഐച്ഛികമായ നമസ്കാരങ്ങളും വർദ്ധിപ്പിക്കുക. ഐച്ഛികമായ നമസ്കാരങ്ങൾ സ്വലാത്തുൽ ളുഹ, അതുപോലെ തന്നെ സ്വലാത്തു തഹജ്ജുദ്, ഇങ്ങനെയുള്ള ധാരാളം, അതുപോലെ റവാത്തിബ് സുന്നത്തുകൾ, ഇതെല്ലാം തന്നെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ 4 റക്അത്തുള്ള റവാത്തിബ് സുന്നത്തുകൾ ചിലപ്പോൾ 2 റക്അത്തായിരിക്കും സാധാരണഗതിയിൽ നിസ്കരിക്കുന്നുണ്ടാവുക. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളത് 4 റക്അത്തായിട്ട് നിസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതുപോലെ തഹജ്ജുദ്, സ്വലാത്തുൽ ളുഹ തുടങ്ങിയ ഐച്ഛിക നമസ്കാരങ്ങൾ നിർബന്ധ നമസ്കാരത്തിന് പുറമെ വർദ്ധിപ്പിക്കുക. ഇതെല്ലാമാണ് ഈ 10 ദിനങ്ങളിൽ ചെയ്യേണ്ടുന്ന പുണ്യങ്ങൾ എന്ന് പറയുന്നത്. പെരുന്നാൾ ദിനം ഒഴികെയുള്ള 10 ദിനങ്ങളിലെ എല്ലാ ദിവസങ്ങളിലും ഐച്ഛികമായ നോമ്പും സുന്നത്ത് നോമ്പും പുണ്യമുള്ളതാണ്. 1 മുതൽ 9 അടക്കമുള്ള ദിവസങ്ങളിൽ, പെരുന്നാൾ ദിവസം പിന്നെ നോമ്പെടുക്കാൻ പാടില്ലല്ലോ, പക്ഷേ 1 മുതൽ 9 അടക്കമുള്ള എല്ലാ ദിവസങ്ങളിലും നോമ്പ്, ഐച്ഛികമായ നോമ്പ് പുണ്യമുള്ളതാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അദിൽ ഹിജ്ജ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജ് മാസത്തിലെ 9 ദിവസവും നോമ്പെടുക്കാറുണ്ടായിരുന്നു. നിർബന്ധാണെന്നല്ല പറയുന്നത്. ആളുകൾക്ക് സാധിക്കുന്ന ആളുകൾക്ക്, ആരോഗ്യമുള്ള ആളുകൾക്ക്, കഴിയുന്ന ആളുകൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്, സുന്നത്തായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ അറഫാ ദിനത്തിലെ നോമ്പ് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അയ്യുകഫിറ സനതല്ലതി ഖബ്ലഹു വസനതല്ലതി ബഅദ. അറഫാ ദിനത്തിലെ നോമ്പ് അല്ലാഹു തആല കഴിഞ്ഞു പോയൊരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ മായ്ച്ചു കളയുന്ന നോമ്പാണ് അറഫാ ദിനത്തിലെ നോമ്പെന്ന് പറയുന്നത്. സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അയ്യുകഫിറ സനതല്ലതി ഖബ്ലഹു വസനതല്ലതി ബഅദ ഖൈറുദ് ദുആഇ ദുആഉ യൗമി അറഫ. അതുപോലെ ധാരാളം പ്രാർത്ഥിക്കുക. ഈ 10 ദിനങ്ങളിൽ ധാരാളം പ്രാർത്ഥിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുദ് ദുആഇ ദുആഉ യൗമി അറഫ. പ്രാർത്ഥനകളിൽ ഏറ്റവും ഉത്തമമായത് അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, സഹോദരങ്ങളെ, ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിനമാണ് യൗമു അറഫ, അറഫാ ദിനം എന്ന് പറയുന്നത്. എന്നാൽ സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ മാസപ്പിറവി വ്യത്യസ്തമായി വന്നാൽ ഓരോ നാട്ടിലെയും ദുൽഹജ്ജ് 9-നാണ് നോമ്പനുഷ്ഠിക്കേണ്ടത് എന്നതും ഒരു പണ്ഡിത വീക്ഷണമാണ്. പണ്ഡിത ലോകത്ത് ഭിന്നാഭിപ്രായങ്ങൾക്ക് പഴുതുള്ള ഒരു വിഷയം എന്ന നിലയിൽ തന്നെ നാം ഇതിനെ കാണുന്നു എന്നുള്ളതാണ്. ഈ അഭിപ്രായങ്ങളിൽ ഏതെടുത്താലും അറഫാ നോമ്പിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ടാണ് അത് നിർവഹിക്കുന്നതെങ്കിൽ അല്ലാഹു തആല അത് സ്വീകരിച്ചേക്കും. സഹോദരങ്ങളെ, മനിജ്തഹദ ഫഅസ്വാബ വലഹു അജ്റാൻ മനിജ്തഹദ വഅഖ്തഅ ഫലഹു അജ്റുൻ വാഹിദ് എന്നാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആരെങ്കിലും ഗവേഷണം ചെയ്തുകൊണ്ട് ശരിയായിട്ടുള്ള അവസ്ഥയിലേക്ക്, നിലപാടിലേക്ക് എത്തിയാൽ അയാൾക്ക് 2 പ്രതിഫലമാണുള്ളത്. ആരെങ്കിലും ഗവേഷണം ചെയ്ത് പിഴച്ചുപോയാൽ അയാളെ അല്ലാഹു തആല ശിക്ഷിക്കുമെന്നല്ല പറഞ്ഞത്. ഗവേഷണത്തിന് യോഗ്യതയുള്ള പണ്ഡിതനാണ് അത് നിർവഹിക്കുന്നതെങ്കിൽ ഫലഹു അജ്റുൻ വാഹിദ്, അയാൾക്ക് 1 പ്രതിഫലമാണ്. അതുകൊണ്ട് പണ്ഡിത ലോകത്ത് 2 അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അറഫാ നോമ്പിന്റെ നിയ്യത്താണുള്ളതെങ്കിൽ അല്ലാഹു അത് സ്വീകരിച്ചേക്കും. ഏതായാലും ദുൽഹജ്ജ് 8-നും 9-നും നോമ്പെടുക്കാൻ സാധിച്ചാൽ അതിന് കൂടുതൽ മഹത്വമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അൽ ഖുറൂജു മിനൽ ഖിലാഫി ഔല എന്നുള്ളതാണ്. അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് പുറത്തു കടക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ കാര്യം. അതുകൊണ്ട് 8-നും 9-നും നോമ്പെടുക്കാൻ കഴിഞ്ഞാൽ അത് കൂടുതൽ മഹത്വമുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, അല്ലാഹു തആല അറഫാ നോമ്പിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് നാം നിർവഹിക്കുന്ന നോമ്പടക്കമുള്ള നമ്മുടെ എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും അതുപോലെ നമ്മോട് ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ പുണ്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ 10 ദിവസങ്ങളെ നന്നായി പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അല്ലാഹു വിലക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാനുള്ള ഒരു പരിശീലന കളരിയായും ഈ 10 ദിവസങ്ങളെ കാണേണ്ടതുണ്ട്. പുണ്യങ്ങൾ ചെയ്യാനുള്ള ദിവസങ്ങൾ. അതോടൊപ്പം തന്നെ അല്ലാഹു വിലക്കപ്പെട്ട കാര്യങ്ങൾ, ശിർക്ക്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഹറാമുകൾ, അതിൽ നിന്ന് അകന്നു നിൽക്കണം. കറാഹത്തുകൾ, അതിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ജാഗ്രത വേണം. ഇതൊക്കെയാണ് അള്ള വിലക്കിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അള്ള വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് അതീവ ജാഗ്രതയോടുകൂടി വിട്ടുനിൽക്കാനുള്ള പരിശീലന കളരികൾ കൂടിയാണ് യഥാർത്ഥത്തിൽ മഹത്വമുള്ള ദിനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് പുണ്യങ്ങൾ ഒരുപാട് ചെയ്യുക. അത് ചെയ്യുന്നതോടൊപ്പം തന്നെ നോമ്പെടുത്തുകൊണ്ട് അയാളെ കടയിൽ പോയിരിക്കുന്നു, കടയിൽ പോയിട്ട് കൃത്രിമത്വം കാണിക്കുകയാണ്.
നോമ്പെടുത്തുകൊണ്ട് അയാൾ ഓഫീസിൽ പോയിരിക്കുന്നു, ഓഫീസിൽ അയാൾ അലസനായി മാറുകയാണ്. അങ്ങനെ പാടില്ല. അള്ള വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പരിശീലന കളരിയാണ്. അള്ള കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം അള്ള വിരോധിച്ച ഹറാമുകളിൽ നിന്ന്, അഴിമതിയിൽ നിന്ന്, പൂഴ്ത്തിവെപ്പിൽ നിന്ന്, കരിഞ്ചന്തയിൽ നിന്ന്, അതേപോലെ എല്ലാ ഹറാമുകളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ, അള്ളാഹു വിലക്കിയ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനുള്ള ഒരു തംറീന്റെ, ഒരു പരിശീലനത്തിന്റെ ഒരു കാലയളവ് കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ കാലയളവ് എന്ന് പറയുന്നത്. അതുപോലെ ദുൽഹജ്ജ് മാസത്തിലെ 10ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ബലിപെരുന്നാൾ ദിനമാണ്. ബലിപെരുന്നാൾ ദിനത്തിൽ തന്നെ ബലിയെറുക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നുള്ളതാണ്. ബലിപെരുന്നാൾ ദിവസത്തിൽ അറുക്കലാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. പ്രവാചക ചര്യയിൽ നിന്ന് മനസ്സിലാവുന്ന അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിക്ക സന്ദർഭങ്ങളിലും പെരുന്നാൾ ദിവസത്തിൽ തന്നെയായിരുന്നു അറുത്തിരുന്നത്. ബലിപെരുന്നാൾ ദിനം പ്രഭാതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കഴിച്ചിരുന്നില്ല എന്നും, തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കഴിക്കാതെ ഈദ് മൈതാനിയിൽ പോയി, ഈദ് മുസല്ലയിൽ പോയി നമസ്കരിച്ച് ഖുത്ബ നിർവഹിച്ച് അതിനുശേഷം ബലികർമ്മം നിർവഹിച്ച് ആദ്യമായി പ്രവാചകൻ കഴിച്ചിരുന്നത് ബലിമാംസത്തിൽ നിന്നായിരുന്നു എന്നെല്ലാം തന്നെ നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാവുന്നതാണ്. സഹോദരങ്ങളെ, എല്ലായ്പ്പോഴും എല്ലായിടത്തും അതിന് സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് സാധിക്കാത്തവർക്ക് അയ്യാമുത്ത തശ്രീഖിന്റെ ദിനങ്ങളെയും ബലിയെറുക്കുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ്. അള്ളാഹു 10 ദിവസങ്ങളുടെയും തുടർന്നുള്ള അയ്യാമുത്ത തശ്രീഖിന്റെ ദിനങ്ങളുടെയും എല്ലാം പുണ്യങ്ങൾ നേടിയെടുക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലർ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട്, അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന്, തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, 2-3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഉണർത്താനുണ്ട്. പല സഹോദരങ്ങളും പലപ്പോഴുമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതായത് നമ്മുടെ പള്ളിയിൽ മാത്രമല്ല, പൊതുവേ നമ്മുടെ ഈ തിരുവനന്തപുരവും അതുപോലെ പരിസരങ്ങളിലെയും ഒക്കെയുള്ള പള്ളികളിലും സംവിധാനങ്ങളിലും ആളുകൾ സംഘടിത നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ എപ്പോഴും ആ പഴയ കൊറോണ കാലത്തെ പോലെ അകന്നുകൊണ്ടാണ് നിൽക്കുന്ന വ്യക്തികൾ. അകന്നുകൊണ്ടാണ്, കൊറോണക്കാലത്ത് അകലുന്നത് പോലെ അകലുന്നില്ലെങ്കിൽ പോലും അകന്നുകൊണ്ടാണ് പലയിടങ്ങളിലും ആളുകൾ നിൽക്കുന്നത്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ കാൽമടമ്പുകൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ജമാഅത്തിന്റെ പ്രതിഫലം ലഭിക്കുന്നത് എന്നുള്ളതാണ്. ജുമുഅ നമസ്കാരം എന്നൊക്കെ പറയുന്നത് അത് ജമാഅത്തോടു കൂടി മാത്രം നിർവഹിക്കാൻ കഴിയുന്ന നമസ്കാരങ്ങളാണ്. അതുപോലെ നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങളും അത് അള്ളാഹു നമ്മിൽ നിന്ന് പൂർണ്ണമായും സ്വീകരിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവണമെങ്കിൽ ചേർന്ന് നിൽക്കുവാൻ, വിടവില്ലാതെ നിൽക്കുവാൻ നമുക്ക് സാധ്യമാവണം. ആളുകൾക്കിടയിൽ വിടവില്ലാതെ നിൽക്കുവാൻ നമുക്ക് സാധ്യമാവണം. ഈ കാര്യം
സൂചിപ്പിക്കാൻ പല ആളുകളും പലപ്പോഴുമായിട്ട് പറയുന്നതാണ്. ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് ആദ്യമായിട്ട് ഉണർത്തുകയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞിരുന്നത് പോലെ നമ്മുടെ ഉളുഹിയയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇനിയും ഉളുഹിയയുടെ വിഹിതം കൊടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരിവിടെ അത് ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സമയം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ വിഹിതം അവരുടെ ഷെയർ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഈദ്ഗാഹിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. ഈദ്ഗാഹിനെ സംബന്ധിച്ച് എല്ലാ വർഷവും ഈ നമ്മുടെ ഈദുൽ ഫിത്റിനോടും ഈദുൽ അദ്ഹയോടും അനുബന്ധിച്ച് നമ്മൾ പറയാറുണ്ട്. ഏതായാലും ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ, ചര്യയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമമാണ്. അതിനുവേണ്ടി നമ്മൾ ആ ഈദ്ഗാഹിൽ പങ്കെടുക്കുക എന്ന് മാത്രമല്ല, അതിനെ സാമ്പത്തികമായിട്ടടക്കം നമ്മൾ പിന്തുണയ്ക്കുക എന്നതും നമ്മുടെ ഒരു ബാധ്യതയാണ്. വലിയ സാമ്പത്തിക ചെലവ് തീർച്ചയായിട്ടും നമുക്ക് ഈദ്ഗാഹിന് വേണ്ടി വരുന്നുണ്ട്. മഴയില്ലാതെ നമുക്ക് ഈദ് മൈതാനിയിൽ തന്നെ സ്വലാത്ത് നിർവഹിക്കുവാൻ, ഈദ് നമസ്കാരം നിർവഹിക്കുവാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ബക്കറ്റ് കളക്ഷൻ അത് ഈദ്ഗാഹിന് വേണ്ടിയുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മളത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ ഒരു നിയ്യത്തോടു കൂടി കുറച്ച് നമ്മൾ സാധാരണ ബക്കറ്റ് കളക്ഷനിൽ നൽകുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി എന്നല്ല നമുക്കൊണ്ട് സാധ്യമാവുന്ന വലിയ സംഖ്യ തന്നെ നൽകിക്കൊണ്ട് നമ്മൾ ഈ കളക്ഷനെ അതിന് പിൻഫലമേകണം, അതിനെ ശക്തിപ്പെടുത്തണമെന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. ഇന്നത്തെ നമ്മുടെ ബക്കറ്റ് കളക്ഷൻ ഈദ്ഗാഹിന് വേണ്ടിയുള്ളതാണ്. നമ്മുടെ ഓരോ സംഭാവനകളും എന്തെല്ലാം നിയ്യത്തുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ നിയ്യാത്തുകൾ മുഴുവൻ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്കും അതുപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്കും എല്ലാം തന്നെ അതിൻ്റെ പ്രതിഫലം അള്ളാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം, ഖബർ ജീവിതം അള്ളാഹു കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സുറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം, കുടുംബാംഗങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യാ സന്താനങ്ങളിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. ഭാര്യാഭർത്തൃ ജീവിതത്തിൽ അള്ളാഹു കുടുംബജീവിതത്തിൽ കൂടുതൽ സംതൃപ്തിയും സന്തോഷവും സമാധാനവും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മുതിർന്ന പൗരന്മാർ അള്ളാഹു തആല അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നമ്മെ എല്ലാവരെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. പടച്ചവനെ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഖുദ്സിന് നീ സമ്പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവേ, ഫലസ്തീനിലെ സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ, ദുർബലരായ ജനവിഭാഗങ്ങളെ എല്ലാം അള്ളാഹുവേ നീ സഹായിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, അവരെ സഹായിക്കുവാനും അവരെ രക്ഷിക്കുവാനും നിനക്ക് മാത്രമേ സാധിക്കൂ. അള്ളാഹുവേ, ലോകത്തിലെ മുഴുവൻ ആളുകളുടെയും രക്ഷകൻ നീ മാത്രമാണ്. പടച്ചവനെ, ദുർബലരായ, മർദ്ദിതരായ എല്ലാ ജനകോടികൾക്കും നിന്റെ രക്ഷയും നിന്റെ സഹായവും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബ അന്നബി ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ലാ തുഅസ്സിബ്നാ ബിൻ നാർ വലാ തജ്അൽനാ മിൻ ഹതബിൻ നാർ ഇന്നഹാ ബിഇസദ് ദാർ വബിഇസൽ മസ്വാ വബിഇസൽ ഖറാർ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക അൻത റഊഫുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വസ്സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الله أكبر.